നമസ്കാരം. ലോസ് ഓൺ റെക്കോർഡിലേക്ക് സ്വാഗതം. ഒരു വാക്ക് നൽകി അത് ലംഘിക്കുന്നത് വെറുമൊരു വിശ്വാസവഞ്ചന മാത്രമല്ല, അതൊരു വലിയ കുറ്റകൃത്യമായി മാറിയേക്കാം. കല്യാണം കഴിക്കാമെന്നു പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ നിയമം എങ്ങനെ കാണുന്നു? നമുക്ക് നോക്കാം. രവി വർഷങ്ങളായി ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. നമുക്ക് ഉടനെ വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് അദ്ദേഹം അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം വീട്ടുകാർ നിർബന്ധിക്കുന്നു എന്ന കാരണം പറഞ്ഞ് രവി മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയും ആ പെൺകുട്ടിയെ ഒഴിവാക്കുകയും ചെയ്തു. ഇവിടെ രവി ചെയ്തത് വെറുമൊരു ബ്രേക്കപ്പ് ആണോ? അല്ല, നിയമപരമായി ഇതൊരു ഗുരുതരമായ ചതിയാണ്. നമുക്ക് പുതിയ നിയമമായ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. BNS സെക്ഷൻ 69 പ്രകാരം വിവാഹം കഴിക്കാമെന്ന വ്യാജ വാഗ്ദാനം നൽകി ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രത്യേക കുറ്റകൃത്യമായി ഇതിൽ നിർവചിക്കുന്നു. പഴയ നിയമത്തിൽ ഇത് പലപ്പോഴും ബലാത്സംഗ കുറ്റത്തിൻ്റെ പരിധിയിലായിരുന്നു വന്നിരുന്നത്. കൺസെൻറ്റ്, അതായത് സമ്മതം, വഞ്ചനയിലൂടെയോ കബളിപ്പിക്കലിലൂടെയോ നേടിയെടുക്കുന്ന സമ്മതം നിയമത്തിന് മുന്നിൽ സമ്മതമായി കണക്കാക്കില്ല. അതായത് വിവാഹം കഴിക്കുമെന്ന ഉറപ്പിന്മേലാണ് ഒരാൾ ബന്ധത്തിന് തയ്യാറായതെങ്കിൽ ആ ഉറപ്പ് ലംഘിക്കപ്പെടുമ്പോൾ അവിടെ സമ്മതം അസാധുവാകുന്നു. സുപ്രീം കോടതിയുടെ പല വിധികൾ പ്രകാരം, ഉദാഹരണത്തിന് അനുരാഗ് സോണി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ്, വിവാഹം കഴിക്കാൻ ആദ്യമേ ഉദ്ദേശമില്ലാതെ ശാരീരിക ബന്ധത്തിന് വേണ്ടി മാത്രം നൽകുന്ന വാഗ്ദാനം വഞ്ചനയാണെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിന് ശേഷം അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ വിവാഹം നടക്കാതെ പോയാൽ അത് എപ്പോഴും കുറ്റകരമാകണമെന്നില്ല. ഉദ്ദേശമാണ് ഇവിടെ പ്രധാനം. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഒരാളെ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിപ്പിക്കുകയും ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ നിങ്ങളുമായി ശാരീരികമായി സഹകരിക്കുകയും ചെയ്താൽ പിന്നീട് നിങ്ങൾ മനഃപൂർവ്വം ആ വാക്കിൽ നിന്ന് മാറിയാൽ അത് നിയമത്തിന് മുന്നിൽ ശിക്ഷാർഹമായ കുറ്റമാണ്. കേവലം മാപ്പ് പറഞ്ഞതുകൊണ്ടോ ബന്ധം അവസാനിപ്പിച്ചുകൊണ്ടോ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. വാക്കുകൾക്ക് വലിയ വിലയുണ്ട്, പ്രത്യേകിച്ച് നിയമത്തിൻ്റെ മുന്നിൽ. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ വൈകാരികമായ തീരുമാനങ്ങൾക്കൊപ്പം തന്നെ നിയമപരമായ ഉത്തരവാദിത്തങ്ങളും തിരിച്ചറിയുക. ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ചതിയിലൂടെ നേടുന്ന സമ്മതമല്ല, അത് ശിക്ഷയിലേക്കുള്ള വഴിയാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിയമം അറിയുക, സുരക്ഷിതരായിരിക്കുക.